ഗേയ്സ് ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇന്ന് ചെറിയ ചെറിയ പരിപാടികളായിട്ട് അങ്ങനെ പോവാണ്. എല്ലാവരും വിഷു ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചെല്ലാവരും. കണി കാണാനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് പ്രത്യേകിച്ച് വിഷു ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം ഒരു സാധാരണ ദിവസം പോലെ, പണ്ടത്തെ ഓരോ ഹോളൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ടൊക്കെ ആയിരുന്നു ചെക്കന്മാരൊക്കെ ആയിട്ട് വൈബായിട്ട് ഫാമിലിയൊക്കെ വരുന്നു, സദ്യയുടെ നിലയിടുന്നു, അതിലൂടെ സദ്യ ഇട്ട് കഴിക്കുന്നു. അതൊക്കെ ഒരു രസം തന്നെയായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞ ഇപ്പോൾ ഒരു പഴയ ഓരോ ഓളം എന്താണെന്നറിയില്ല. ഇക്കൊല്ലത്തൊരു വിഷു ഒരു 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 ഇതില്ല. കേസ് അങ്ങനെ ടയറ് പഞ്ചറായി, വണ്ടിയിലാണെങ്കിൽ എണ്ണയില്ല, ഓയിലും ഇല്ല, എല്ലാം മൂഞ്ചി കിടക്കുകയാണ്. ഞങ്ങളുടെ ചെക്കന്മാർക്ക് വിളിച്ചു നോക്കട്ടെ, പമ്പ് കിട്ടുകയാണെങ്കിൽ കാറ്റെങ്കിലും അടിച്ചിട്ട് എങ്ങനെയെങ്കിലും തള്ളിക്കൊണ്ടുപോയത്. പെട്രോളും ഉണ്ട്, പക്ഷെ ഓയിൽ ചേഞ്ച് ചെയ്യണം. ഓയിലൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് അങ്ങനെ ഇറങ്ങിയതാ. പക്ഷെ എന്ത് ചെയ്യാം, പകുതിക്ക് വെച്ച് ടയറിന്റെ പരിപാടി തീർന്നു. അങ്ങനെ എടുക്കുന്നില്ലല്ലോ, ആവശ്യത്തിന് ഒരു നാറി എടുക്കൂല. പിന്നടിക്കുന്നുണ്ട്, എടുത്താൽ മതിയായിരുന്നു. പമ്പ് ഇവിടെ അടുത്ത എവിടെ കിട്ടാന്നൊരു പ്രശ്നമല്ല. അയ്യോ, അളിയ നീ എവിടെ? ഷോപ്പിലാണോ? എടാ പിന്നെ ഇവിടെ ഒരു വീട്ടിന്റെ അടുത്ത് കണിക്കൊന്നൊക്കെ ഇങ്ങനെ പൂത്തിരിഞ്ഞിരിക്കുന്ന ഒരു വീടൊക്കെ അറിയാം നിനക്ക്? യെസ്, വേണ്ട, കണിക്കൊന്നൊക്കെ പൂത്തിരിക്കുന്ന വീടല്ലേ? എവിടെയായിട്ടെന്ന് വെച്ചാൽ കയ്യുന്നീന്റെ വളവ്, കയ്യുന്നീ കോളനി, ആ ഒരു വളവ്. യെസ് യെസ് യെസ്, യാ യാ യാ. തെറി പറയല്ലേ, ഞാനിവിടെ പഞ്ചറായിട്ട് കിടക്കടാ. നീ എവിടെ? എടാ ഇവിടെ അടുത്ത എവിടെയെങ്കിലോ? മറ്റേ വർക്ക്ഷോപ്പ് അല്ലടാ, വർക്ക്ഷോപ്പ് കഴിഞ്ഞ് പോയിട്ടുണ്ടാവോ? പക്ഷെ അതല്ല, നമുക്ക് എരുമാട് പോണം. അപ്പൊ ഒന്നൊരു കാര്യം ചെയ്യാം, ഇവിടെ അടുത്തെവിടെയെങ്കിലും പമ്പ് കിട്ടാണ്ട ചാൻസ് ഉണ്ടോ? ഇല്ലേ? എന്തോന്നടേ, ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ അടുത്ത വീട്ടിൽ ചോദിച്ചോട്ടെ പമ്പുണ്ടാവുന്നു. ഓക്കെ. ടീച്ചറോ? എവിടെ? ഏത് വീട്ടിൽ പോയിട്ട്? അവിടെ അല്ല, അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു വീടുണ്ടല്ലോ, അവിടെ ചോദിച്ചോട്ടെ. അയ്യോടെ അറിയുന്ന വീടാണ്, അറിയുന്ന വെച്ചിട്ടില്ല. ഏത് ഓമനി? വലിയ വീടാണോടാ? ഏത്? മറ്റേ ആദ്യമൊക്കെ ഈ കാട് പിടിച്ച മേലത്തെ സീറ്റിന്റെ മേലേക്ക് ഉണ്ടായിരുന്നേ, അതാണോ? സോ ഇനിയിപ്പോ ടയർ പഞ്ചറായെന്ന് അറിയത്തില്ലടാ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ? ഇപ്പൊ ടയർ പഞ്ചറായ സീനാണോ? പഞ്ചർ ഒട്ടിക്കണം. എങ്ങട്? അതായത് റിങ് വളയൂലേ? രണ്ടാളുണ്ടേ. അതിന് പോലും നേരല്ലടപ്പോ. ഞാൻ ഇവിടെ ചോദിച്ചോട്ടെ, സാധനം കിട്ടുന്ന പോട്ടെ. ഓക്കെടാ. അങ്ങനെ അവനും കൈ ഒഴിഞ്ഞു. നമുക്ക് ഇവിടെ ചോദിച്ചോടാ. ചേച്ചി, ഹലോ ഹലോ. ചേട്ടാ ഒരു പമ്പ് കിട്ടും കേട്ടോ. പമ്പ് കാറ്റടിക്കാന്. വണ്ടി പഞ്ചറായിട്ട്. സ്കൂട്ടി. പമ്പുണ്ട് തോന്നുന്നു കേട്ടോ, കിട്ടിയാ മതിയായിരുന്നു. ആകെ മെനക്കേടായി. ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയതാ, അപ്പൊ തന്നെ വഴി മുടക്കാനായിട്ട് കാറ്റില്ല, പഞ്ചറായി. ഒയ്യോ, സമാധാനായി. അങ്ങനെ പമ്പ് കിട്ടി. ഇനിയിപ്പോൾ കാറ്റടിക്കുമ്പോഴായിരിക്കും മനസ്സിലാവുക ടയർ പഞ്ചറാണ്. അപ്പോൾ കുണഞ്ഞ തന്നെ. അയ്യോ, എന്തൊരു വെയിലടാ. അല്ലെങ്കിലേ കളറില്ല, കറുത്തു പോവോ?
ഓരോ രാവും പകലിരവുകളാ ഞാൻ മായും നിഴലുകളാ. എവിടെ നിന്റെ സുനിയൊക്കെ? സുനില്ലേ പണ്ട് പഠിക്കുമ്പോഴൊക്കെ കാറ്റെടുത്ത് സൈക്കിളിൽ കാറ്റെടുത്ത് നമ്മള് എന്തൊരു കരുതിക്കണം. ഉപ്പലം വെച്ചിട്ടില്ല പഞ്ചറുണ്ടോ ഇല്ലേന്ന് ഇല്ലല്ലോ. ഔ സമാധാനായി. ഫ്രണ്ട് അടിക്കണോ? ഫ്രണ്ട് ജസ്റ്റ് ഒന്ന് മിന്നിച്ചേക്കാലേ. എങ്ങാനും ഫ്രണ്ട് പോയാലോ? ഈ ഉള്ള കാറ്റൊക്കെ പോകണല്ലോ. അങ്ങനെ കാറ്റടിച്ചു. ഈ പമ്പ് കൊണ്ടേ കൊടുത്തില്ല. പഞ്ചറായിരിക്കും. അപ്പൊ പെട്ടെന്ന് മേലേക്ക് പോയിട്ട് ടയർ പഞ്ചർ മാറ്റി മേലെ മേലല്ലേ? ഓ അവിടെ ഉണ്ടാവുന്നോണ്. അല്ലെങ്കിൽ ചേരമ്പാടി പോണ്ടി വരും അല്ലേ? അപ്പൊ പോട്ടെ. ശരി, ചുങ്കത്തുണ്ടാവും. ഓക്കെ, കേറിക്കോ, പോവാം. ഓ ഓയിൽ ചിഹ്ന തെളിഞ്ഞ് കാണുന്നു. ഇനിയിപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യണം. ഈ വണ്ടിമ്മ തൊട്ടാ പൈസയാ. ഇത് പിന്നെ സെൻസറായത് കൊണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റാണിത്. ഏതാ പിടിച്ചോ? ഓക്കെ, ഇവിടെ പിടിച്ചോ, അവിടെ പിടിച്ചോ. പോവാ. അയ്യോ ചാട്ടമില്ലല്ലോ അമ്പുരാനെ. പെട്രോളൊക്കെ ഉണ്ടല്ല. ഇപ്പൊ ഓയിൽ മാറ്റണ്ട ഈശ്വര. അയ്യോ ഈശ്വര, കാറ്റൊക്കെ അടിച്ചപ്പോ ഓയിലും തീർന്നു. പെട്രോൾ ഉണ്ട്, ഇനിയിപ്പോ ഷാർട്ട് ആവുന്നില്ല. അയ്യോ നാരടാ കണിയുണ്ട്. അയ്യോ തള്ള ഓയില് കിട്ടുന്നു. തവറ ഓയിലും തീർന്നു. നമുക്ക് റിവേഴ്സ് അടിക്കാം, ഉന്തി വിടാം. ആ തുഴട്ടെ. ആ യെസ് യെസ് യെസ്. അയ്യോ ഇനിയിപ്പോ അലാക്കിനെ കേറ്റുണ്ട്. അതൊക്കെ ഇനി ഇങ്ങനെ കേറും. തള്ളണ്ട വരും കേട്ടോ. മാറിക്ക് ജീപ്പേട്ടാ, ജീപ്പേട്ടാ മാറിക്ക് ജീപ്പേട്ടാ. അല്ലെങ്കിലേ സ്ലോ ആയിട്ട് വരുന്നു. അപ്പോഴത്തേക്ക് അയ്യോ ഇപ്പോഴും തോന്നേണ്ടി വരുന്നുണ്ട്. അയ്യോ ഇവരൊക്കെ പറപ്പിച്ചു പോകുമ്പോ കൊതിയാവുന്നു. കട അല്ലേ, ഇനിയിപ്പോ ഓയിൽ മേടിക്കാൻ പോകുമ്പോ ആ കട തുറന്നില്ലെങ്കിൽ അതിലേറെ കോമഡിയാവും. എന്താടാ കള്ളോ? നമുക്ക് ഈ ഓയിൽ മേടിച്ചിട്ട് വന്നാലോ? അല്ലേ നല്ലത്. വണ്ടിയോട് വെച്ചിട്ടേ നമുക്ക് പോയി ഓയിൽ മേടിച്ചിട്ട് ബാ. വണ്ടി ആരും എടുക്കൂലല്ലോ.
ഞങ്ങൾ ഓയിൽ മേടിച്ചിട്ട് വരാം കേട്ടോ. അവിടെ വരെ തള്ളാൻ വയ്യ. ഈ വെയിലത്തൊക്കെ എങ്ങനെ തള്ളാനാണ്? ദൈവം, ഇത് നേരത്താണോ? ഇപ്പൊ നമ്മള് ചേരമ്പാടി എത്തുന്ന ആൾക്കാരാ. ആ വണ്ടി കയറി പോയല്ലോ. ഓ, അതിനാണെങ്കിൽ ഡബിൾ സ്ട്രോങ് ആവും. ആ പോകുന്ന വണ്ടിക്ക് ഏതെങ്കിലും ഒരു വണ്ടി ലിസ്റ്റ് കിട്ടുവാണെങ്കിൽ ഇത്ര നടക്കണ്ടായിരുന്നു. അയ്യോ, ഇതൊന്ന് മുറുക്കാൻ മതിയോ? അതിനിപ്പോ വണ്ടി കൊണ്ടുവരേണ്ടി വരുവാടാ ഓയിൽ ചേഞ്ച് ചെയ്യാന്. അയ്യോ, അപ്പൊ അങ്ങനെ ഒരു പരിപാടി ഉണ്ടാവൂലേ? ഓയിൽ മൊത്തം ഊറ്റിയെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂലേ? ചേടാ, ആകെ പെടുവോ? വാ, എന്തായാലും പോയി നോക്കാം. ഇത് പെട്രോൾ ഒഴിക്കുന്ന പോലെ അല്ലല്ലോ ഓയിൽ ചേഞ്ച് കളയേണ്ടത്. അയ്യോ, അവിടെയാണ് മറ്റേ വണ്ടിക്കട. തേഞ്ഞു ഗൈസ്. ഓയിലും ഇല്ലാത്തതിന്റെ കുഴപ്പമില്ല, വണ്ടിയിൽ എന്തോ കുഴപ്പമാണ്, അതാ സ്റ്റാർട്ട് ആവാത്ത. അപ്പൊ ഇനി വണ്ടി എടുത്തിട്ട് തന്നെ വരണം. തേഞ്ഞു. ഇവിടെ നിന്ന് ഇറക്കം കഴിഞ്ഞ കേറി വരാം. ഈ ചൂടത്ത് തള്ളണ്ടേ വെച്ചിട്ടാണ്. തള്ളിക്കൊടുക്കാം. അപ്പൊ അത്രയും പെട്ടെന്ന് തീർക്കാലോ. വല്ലാത്ത അവസ്ഥയായി പോയി. വണ്ടിയല്ലേ എപ്പോഴാണ് പണി കഴിഞ്ഞാൽ ആക്ഷൻ കാണിക്കിട്ട് തള്ളടാ. എന്ത് നല്ല സുഖല്ലേ ഈ കഷ്ടപ്പെട്ട് ഓടിയെത്തിയിട്ട് ഇങ്ങനെ പോകുമ്പോ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ എന്റെ പൊന്നെ. ഓ, എന്തൊരു സുഖം. ആ കാറ്റും കൂടി ഇങ്ങനെ അടിക്കുമ്പോണ്ടല്ലോ വല്ലാത്തൊരു സുഖം. എടാ, ഞങ്ങൾ എത്തിയേട്ടാ. സർവീസ് ചെയ്യണ്ടില്ലേ? എന്ത് ഫ്ലെക്ക് പോയി. ഔ, അങ്ങനെ വണ്ടി ശരിയായിട്ടോ. അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. എന്റെ മോനെ, ഞാൻ വിചാരിച്ച പെട്ടൂന്ന്. കുടുങ്ങിയേനല്ലെങ്കിൽ വർക്ക്ഷോപ്പ് പോലും ഇല്ലെങ്കിൽ അവിടെ പെട്ടേനെ. ഇന്നത്തെ പരിപാടി ഒന്നും നടക്കൂലായിരുന്നു. ഇതപ്പോ ഇങ്ങനെ പോയോണ്ടിരിക്കട്ടോ. ആഹാ, ഇപ്പൊ വല്ലാത്തൊരു സുഖം. നേരത്തെ തള്ളി കുതിച്ച് ആകെ ക്ഷീണിച്ച്. ഇനിയിപ്പോ അടുത്ത പരിപാടി പിടിക്കട്ടെ. വണ്ടിയൊക്കെ തള്ളി ആകെ ക്ഷീണിച്ച്. അപ്പൊ ഒരു ലൈമ പിടിച്ച് യാത്ര വീണ്ടും പുനരാരംഭിക്കുകയാണ്. അയ്യോ, ഇവിടത്തൊക്കെ ബ്രേക്ക് പോയാലുള്ള ഒരു അവസ്ഥ ആലോചിച്ചത് നീ എവിടെ പോയി കിടക്കൂലേ? നല്ല ബെസ്റ്റ് പ്ലേസ് ആട്ടോ. അയ്യോ, അടുത്ത സിനിമയ്ക്കുള്ള കഥ എഴുതാനുള്ള പോക്കാണ് കേട്ടോ. ഒന്നും മലയൊക്കെ താണ്ടി. എന്റെ പൊന്നു മക്കളെ, ഞങ്ങളുടെ സ്വപ്നവാതിൽ തുറക്കാൻ പോവാണ്. ഇവനാണ് സ്ക്രിപ്റ്റ് റൈറ്റർ, മൂപ്പരാണ് ഡയറക്ടർ, ഞാൻ ആക്ടർ. മോനെ, ഈ ഒരു അന്തരീക്ഷവും പ്രകൃതി രമണീയമായ സ്ഥലത്ത് നിന്നൊക്കെ ഒരു വ്യൂ പോയിന്റ് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ കിട്ടുന്ന ഒരു ആസ്വാദന ശൈലി ഉണ്ടല്ലോ, അതെവിടെ പോലും കിട്ടൂല. സാർ ലാൽ ജോസിനാണ് വിളിക്കുന്നത്. ആരോടാണ് ചോദിക്കുന്നത്? ഡൗട്ട് ചോദിക്കാനാടാ. രജനീകാന്തിന് പോണല്ലോ, എന്നിട്ട് വേണമെങ്കിൽ ശരത് കുമാറിന് വരാൻ. സാർ അതൊക്കെ പോട്ടെ. സാർ പടയപ്പ സിനിമയിൽ സാർ ആ പാമ്പിന് പിടിച്ചില്ലേ, അതെങ്ങനെയാണ് സാർ? അങ്ങനെ സ്ക്രിപ്റ്റ് പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഫുഡൊക്കെ കഴിക്കട്ടെ. ഫുഡൊക്കെ കഴിച്ച് ക്ഷീണിച്ച് അഭിനയിച്ച് ഞാൻ ക്ഷീണിച്ച്. ഇനി ഫുഡൊക്കെ കഴിച്ചില്ല എനർജറ്റിക് ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ വെയിലൊക്കെ ലേശം ആറി തുടങ്ങി. അങ്ങനെ ചോറൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ കഴിഞ്ഞ്
വീണ്ടും ഇതാ പരിപാടി സ്ക്രിപ്റ്റ് എഴുത്തൊക്കെ ആയിട്ട് ഇതാ വീണ്ടും ഇതാ കുന്നൊക്കെ കയറാനായിട്ട് ഇതാ ഇങ്ങനെ ഇറങ്ങിക്കുക. അപ്പം നമ്മുടെ പരിപാടി നാളെയാണ്. അപ്പോൾ നാളെ ഒരു ചെറിയൊരു സ്റ്റേജ് പരിപാടിയും കാര്യങ്ങളും പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഉത്സവം വഴിയേ വരും. നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് ഉണ്ടത്. ഭയങ്കര പച്ചപ്പും അതേപോലെ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ. കാരണം ഇവിടെ വരുമ്പോൾ ആരുടെ ശല്യമില്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഒച്ചയ്ക്ക് സംസാരിക്കാൻ പറ്റും. അതേപോലെ തന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ആനയും അതേപോലെ തന്നെ പുലിയും അങ്ങനെ വന്യജീവികൾ കുറച്ചധികം ഉള്ള നാടാണ്. പക്ഷെ അത് നൈറ്റായി കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര പേടി കേട്ടോ. ഈ നാട് പകൽ ഈ കാണുന്ന പോലെ ഒന്നുമല്ല. രാത്രിയാണ സമയത്ത് വല്ലാത്ത പേടി സ്വപ്നം തന്നെയാണ്. ഒരിക്കൽ ഞാനിത് കൂടി പോയ സമയത്ത് ഇതിന് മുന്നേ ഞാനിത് കൂടി പോയ സമയത്ത് ഈ ഒരു വളവ് കണ്ടില്ലേ, ആ ഒരു വളവിൻ്റെ അവിടെ ആന ഉണ്ടായിരുന്നു. ഈ സ്ഥലം അവിടെ എത്തുട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം അത് എവിടെയാണെന്ന്. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ, ആന കുത്താൻ വന്നില്ലേ, ഇവിടെയായിരുന്നു ആന ഉണ്ടായിരുന്നത്. ഞങ്ങളിതാ ഇത് കൂടി ഇങ്ങനെ നടന്നു വരികയായിരുന്നു. നടന്ന് അവിടെ എത്തിയപ്പോഴും ഞങ്ങൾ ആനനെ കണ്ടു. എന്നിട്ട് ഞങ്ങൾ മെല്ലെ സൗണ്ട് ഇടാണ്ട് ഇങ്ങനെ പോവാ. വീഡിയോയിൽ കണ്ടില്ലേ, എൻ്റെ മോനെ എന്തോ ഒരു ചെറിയ അനക്കം കൊണ്ട് ആ ആന കേട്ട് നേരെ ഇതാ ഇതിൻ്റെ മേലെ കൂടി ഇങ്ങനെ കയറി വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ ജീവൻ ഏകദേശം തീരുമാനമായി. അന്ന് തീരണ്ടായിരുന്നു. എന്തോ ദൈവത്തിൻ്റെ പ്രാർത്ഥന. അങ്ങനെ ജീവൻ വെച്ച് ഇവിടം വരെ എത്തി. പക്ഷേ ഇവിടുത്തെ പ്ലേസൊക്കെ അടിപൊളി തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടേക്കൊക്കെ ഇടയ്ക്ക് ലീവ് ദിവസമൊക്കെ വന്ന് ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. കാരണം അടച്ചിട്ട റൂമിൽ തന്നെയല്ലേ നമ്മൾ രാത്രി പോയി കിടന്നുറങ്ങാം. ഇപ്പോൾ പറയും അടച്ചിടാത്ത റൂമിൽ പോയി കിടന്നാൽ ആരെങ്കിലും പിടിച്ചോണ്ടൂലേന്ന്. അങ്ങനെയല്ല കേട്ടോ. ഇവിടെ വരുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. അതിവിടെ വന്നാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഇനി അടുത്ത ചോറ കഴിച്ചൽ റെസ്റ്റിൻ്റെ അടുത്ത പരിപാടി തുടങ്ങിട്ടോ. അങ്ങനെ ഏകദേശം സ്ക്രിപ്റ്റിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നാളെ എൻ്റെ ഫസ്റ്റ് അരങ്ങേറ്റാണ്. അതായത് നാളെ ഫസ്റ്റായിട്ട് ഞാൻ സ്റ്റേജ് കയറുന്ന ദിവസമാണ്. എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. എൻ്റെ സ്വപ്നങ്ങളൊക്കെ നിറവേറുന്നത് എല്ലാം പെട്ടെന്ന്. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ തന്നെ. അതേപോലെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ചെറുപ്പം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ സിനിമയിലോട്ടൊക്കെ വരണം എന്നും അതേപോലെ തന്നെ ഒരുപാട് സ്റ്റേജിൽ കളിക്കണം എന്നും. സ്കൂളിലൊക്കെ ഓരോരോ ആനുവൽഡേ വരുമ്പോഴും എനിക്ക് അവിടെ പരിപാടി അവതരിപ്പിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അതിനൊന്നും എനിക്ക് ഒരു അവസരം കിട്ടിയില്ല എന്ന് വെച്ചതല്ല, അങ്ങനെ ഒരു പരിപാടിയും എൻ്റെ മുന്നിലോട്ട് വന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഒരു വിളക്കായിട്ട് ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് ഞാൻ അണയാണ്ട് ഇങ്ങനെ കാത്തു സൂക്ഷിക്കുക. അപ്പോൾ നാളെയാണ് എൻ്റെ ഫസ്റ്റ് അരങ്ങേറ്റം. അതും ഉപ്പട്ടിയിലൊരു അമ്പലത്തിലാണ് പരിപാടി, അവിടെയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇന്നാണ് പ്രാക്ടീസ്. നാളെ പോയി കളിക്കണം. എന്തൊക്കെ ആവുമെന്നൊരു പിടുത്തമില്ല. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു തടസ്സമില്ലാണ്ട് ഇനി മുന്നോട്ട് ഇങ്ങനെ പോട്ടെ എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ പോവാം. അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം സ്ക്രിപ്റ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നാളെയാണ് അരങ്ങേറ്റത്തിൻ്റെ രാവ്. അപ്പോൾ എന്തായാലും ഉഷാറാവട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ നല്ലൊരു വ്ളോഗിൽ കാണാം. അപ്പോൾ ബൈ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനലാണ്, ഫസ്റ്റ് വീഡിയോ ആണ്. ഓക്കെ.